ഹായ് ഡിയേഴ്സ്, +1 റിസൾട്ട് ജൂൺ 3-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് വരുമെന്നുള്ള വാർത്ത നേരത്തെ പ്രസിദ്ധീകരിച്ചപ്പോൾ മേ ബി പറയുകയാണെങ്കിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കമൻറ്റുകൾ ഒരുപാട് വരുന്നത്, സാർ ഇത് ഫേക്ക് ന്യൂസ് അല്ലേ, ജൂലൈയിലല്ലേ വരുന്നത് എന്നൊക്കെയാണ് ചോദ്യം. ഞാൻ തന്നെയാണ് ജൂലൈയിൽ നിന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പല മാറ്റങ്ങളും സംഭവിക്കും. ചിലപ്പോൾ ജൂൺ പറയും, ജൂലൈ പറയും. അവരിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മളല്ല ഈ ഡേറ്റ് തീരുമാനിക്കുന്നത്. ഞാൻ നാളെ വന്നിട്ട് പറയുകയാണ് +1 റിസൾട്ട് ജൂലൈയിലാണ് പ്രസിദ്ധീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഫേക്ക് ന്യൂസാണ്. ഓക്കെ, സോ സ്കൂൾ വാർത്ത എന്ന് പറയുന്ന വാർത്താ മാധ്യമ ചാനലിൽ വന്നിരിക്കുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു +1 റിസൾട്ട് ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ളത്. ആ വാർത്ത ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ജൂലൈയിലായിരിക്കും വരിക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ +1ൻ്റെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ് വരുന്നത് കൊണ്ട് മേ ബി റിസൾട്ട് ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാനുള്ള ഒരു ഉദ്ദേശങ്ങളൊക്കെ അൺഒഫീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അടിസ്ഥാനരഹിതമാക്കിക്കൊണ്ടാണ് +1ൻ്റെ റിസൾട്ട് ജൂൺ 3-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക്, ഇത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്, ഫൈനൽ കൺഫേംഡ് ഡേറ്റ് അല്ല. നോട്ട് ദ പോയിന്റ്. മേ ബി ഇത് വേണേൽ മുന്നോട്ടേക്ക് ഇനിയും മാറിയേക്കാം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ HSCയുടെ സൈറ്റാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. result.hsc.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ DHSC തന്നെ പറഞ്ഞിരിക്കുന്നത്, അപ്കമിങ് റിസൾട്ടിൽ കൃത്യമായി പറയുന്നു, ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 നിങ്ങളുടെ ഈ വർഷത്തെ +1 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ജൂൺ 3-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക്. സോ ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിവസത്തിലേക്ക് എത്താൻ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഈ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ കൃത്യമായിട്ട് സ്ലൈഡ് മുഖാനാന്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ ടു ചെക്ക് +1 എക്സാം റിസൾട്ട് മാർച്ച് 2025 ഇൻഡിവിജ്വലി. നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസൾട്ട് എങ്ങനെയാണ് നോക്കുക, നോക്കിക്കേ. വിസിറ്റ് ദ ഒഫീഷ്യൽ പോർട്ടൽ. ഈ ഒരു result.hsc.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറുക. എന്നിട്ടോ ക്ലിക്ക് ദ ലിങ്ക് ടൈറ്റിൽഡ് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 ഓൺ ദ ഹോം പേജ്. നിങ്ങൾ ഇപ്പം നോക്കിയാൽ അത് കാണില്ല, അത് ക്ലിക്ക് ആവൂല. അത് വന്നാൽ ജൂൺ 3-ാം തീയതി അത് വരുമ്പോൾ ഇങ്ങനൊരു റിസൾട്ടിൻ്റെ പോർട്ടൽ ഓപ്പൺ ആകും. എൻ്റർ ദ സ്റ്റുഡൻസ് രജിസ്റ്റർ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ദ വിൻഡോ ദാറ്റ് ഓപ്പൺസ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ആഫ്റ്റർ എൻറ്ററിംഗ് ദ റിക്വയർഡ് ഡീറ്റെയിൽസ്, click on the submit button. The DHSC +1 exam result for March 2000 will be displayed on the screen. The student can check their subject-wise marks, total marks and qualifying status and take a printout of the result for the future reference. Okay ആണല്ലോ. ഇനി അടുത്തത്, നിങ്ങൾക്കൊരു സ്കൂൾ വൈസ് റിസൾട്ട് കാണണമെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഇതേ HSC പോർട്ടൽ www.hscportal.kerala.gov.in എന്ന് പറയുന്ന ലോഗിൻ വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്യുക. എന്നിട്ടോ ആഫ്റ്റർ ലോഗിൻ ക്ലിക്ക് ദ ലിങ്ക് ടൈറ്റിൽഡ് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 on the home page. The DHSC school wise +1 exam result for March 2025 will be displayed on the screen. സോ തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റിലൂടെ കയറി കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് എല്ലാ സ്കൂളിൻ്റെ കംപ്ലീറ്റ് റിസൾട്ടും കിട്ടും. ഇനി ആരും എന്ത് ചെയ്യേണ്ട, റിസൾട്ട് വന്നിട്ട് മറിച്ചൊന്നും വെക്കണ്ട. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ +1 പഠിക്കുമ്പോൾ 3291 എൻ്റെ രജിസ്റ്റർ നമ്പർ. അപ്പോൾ എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന വൈശാഖ വേലായുധൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, 3291 നോക്കിയാൽ മതി. പക്ഷേ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആ സ്കൂൾ വൈസ് റിസൾട്ട് കയറി 480 എനിക്ക് അവനാണെന്നറിയാമെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് അവൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇനി അവൻ്റെ പിറകിലുള്ള ആൾ 481 അതാരാന്ന് എനിക്കറിയാമെങ്കിൽ അവൻ്റെ റിസൾട്ടും കിട്ടും. സോ നിങ്ങൾ റിസൾട്ട് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജൂൺ 3-നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പ്രശ്നം? നിങ്ങൾ ആ സമയം സ്കൂളിലായിരിക്കും. സോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കുറയാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് ജൂൺ 3-ാം തീയതി. സോ ഇതുപോലെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി റിസൾട്ടുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഏതൊരു വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, തമ്മിലിൽ റീച്ച് ഉണ്ടാക്കിയിട്ട് പലതും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം ഫൈനലി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുള്ളൂ, വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. സോ ജൂലൈ എന്ന ഡേറ്റ് പറഞ്ഞതും ജൂൺ പറഞ്ഞതൊന്നും നമ്മളല്ല, അത് വിദ്യാഭ്യാസ വകുപ്പിലൂടെ വരുന്ന അപ്ഡേറ്റുകൾ മാത്രമാണ്. ഇനി വേറൊരു സിമ്പിൾ കാര്യം ഞാൻ പറയാം.
നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നവരോട് ഞാൻ പറയാം, +1 കുട്ടികളുടെ റീവാലുവേഷൻ SSLC ഇപ്പോൾ കഴിഞ്ഞ കുട്ടികളുടെ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, ജൂൺ എന്നാ കാണാം. ജൂൺ 2025 പ്രസിദ്ധീകരിക്കുന്നതാണ് വെബ്സൈറ്റ് കാണിക്കുന്നത്. പക്ഷേ ഈ റീവാലുവേഷൻ റിസൾട്ടിൻ്റെ ലിങ്ക് നിലവിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് 30-ഓ 31-നോ വരുമെന്നുള്ള എല്ലാ അപ്ഡേറ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് അവസ്ഥ. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനിയും നിങ്ങൾക്ക് വേണേൽ പലതും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ വർഷത്തെ SSLC റീവാലുവേഷൻ്റെ ഡേറ്റ് ലാസ്റ്റ് പറഞ്ഞത് 17-ാം തീയതിയാണ്. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് 18-ലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 18, 19 എന്ത് ചെയ്തിട്ടുണ്ട്, റീവാലുവേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുന്ന കഴിയുന്ന ഡേറ്റ് 20-ാം തീയതി ആയിരുന്നു. അത് 21-ലേക്ക് പിന്നീട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ വന്നൊരു വീഡിയോ ചെയ്തു, മക്കളെ 21-ലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ ആദ്യം പറഞ്ഞത് 20 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റീവാലുവേഷൻ എന്നല്ല, ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡേയ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാത്തത് ഒന്നേ ഉള്ളൂ, അത് പരീക്ഷയാണ്. അതിപ്പോൾ 40,000 കൊറോണ ഉള്ള സമയത്ത് തന്നെ കേരളത്തിൽ +2-ൻ്റെയും SSLCയുടെയും എക്സാം നടത്തിയിട്ടുണ്ട്. ഓക്കെ, കയ്യടി വാങ്ങൽ മാത്രമല്ല, കോടതി പോലും എക്സാമുകൾ എന്ത് ചെയ്യാറില്ല, തള്ളിക്കളയാറില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾ, എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ മറിയാം. അതുകൊണ്ട് ഫോളോ ചെയ്യുന്ന MS സൊല്യൂഷൻസ് ആണ് ഈ വാർത്തകൾ ഇറക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങൾ ധരിക്കുക. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.